പ്രിയമുള്ളവരെ, നമ്മുടെ സ്നേഹാശ്രമം തടോറ മക്കളുടെ പുനരധിവാസ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുക. ഇവിടെ ആയിരിക്കുമ്പോൾ ഈയിടെ ഒക്ടോബർ 31 വെഞ്ചരിച്ച ആശീർവദിച്ച ഈ ഷ്രൈൻ നിങ്ങളാരും കണ്ടു വലിയ പരിചയം കാണുകയില്ല. കാരണം നല്ല കള്ളനെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, പക്ഷെ നല്ല കള്ളൻ ആര് പേരറിയില്ല. നല്ല കള്ളനും കത്തോലിക്കാ സഭയിൽ അംഗീകരിക്കപ്പെട്ടോ ഒരു വിശുദ്ധനാണോ എന്നൊക്കെ ആദ്യം കേൾക്കുമ്പോൾ ഇതും ഒരു സർപ്രൈസ് പോലെയാണ് പലർക്കും. എന്നാൽ ഒരു സർപ്രൈസിനും ഇടമില്ലാത്ത വിധം ഒക്ടോബർ 31 വിശുദ്ധ ഡിസ്മസ് ദ ഗുഡ് തീഫിൻ്റെ ഈ ഷ്രൈൻ ഇവിടെ ആശീർവദിച്ചു. ഇതിൻ്റെ പിന്നിലൊരു പിടി ചരിത്രമുണ്ട്. എൻ്റെ ലൈഫുമായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഞാൻ ധ്യാനിപ്പിക്കുന്ന ഒരു അച്ഛനാണ്. ധ്യാനിപ്പിക്കുന്ന സമയത്തിൽ സാധാരണ ധ്യാനഗുരുക്കന്മാർ ഓരോ ആശയങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുന്ന കൂടെ ഞാനും പറയും, സ്വർഗവും നരകവും തമ്മിലുള്ള ദൂരം ഒരു തുള്ളി കണ്ണുനീരിൻ്റെ ദൂരമാണെന്ന് പറയാറുണ്ട്. ഉദാഹരണം ചൂണ്ടിക്കാണിക്കാൻ ഏറ്റവും നല്ലത് ഈ നല്ല കള്ളൻ തന്നെയല്ലേ. കാരണം ക്രിസ്തുവിൻ്റെ വലതുവശത്ത് തറയ്ക്കപ്പെട്ട നല്ല കള്ളൻ്റെ കണ്ണിലെ ഒരു തുള്ളി കണ്ണീരല്ലേ ക്രിസ്തുവിനെ കൊണ്ട് പറയിപ്പിച്ചത്, നീ എന്നോടൊപ്പം പർദീസായിലായിരിക്കും എന്ന് പറഞ്ഞ ആ വചനമല്ലേ സ്വർഗത്തിൻ്റെ കവാടം മുട്ടിത്തുറന്ന് സ്വർഗത്തിലേക്ക് കരയേറാൻ ഈ നല്ല കള്ളനെ ഇടയാക്കിയത് എന്ന് ചിന്തിച്ച് പോയിട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ലോകത്തിൽ എവിടെയെങ്കിലും നല്ല കള്ളൻ്റെ പള്ളിയുണ്ടോ? ഇതുവരെ ഇത്രയും പിതാക്കന്മാരും പുരോഹിതന്മാരും ഒക്കെ ഉണ്ടായിട്ട് ഒരു നല്ല കള്ളൻ്റെ പള്ളി എവിടെയെങ്കിലും ഉണ്ടോ? ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു സ്വപ്നം കാണുവാണ്. 6 മാസമായി കാണുള്ളൂ ആ സ്വപ്നം ഞാൻ കണ്ടിട്ട്. സ്വപ്നം ക്ലിയറാണ് എനിക്ക്. ഒരു നല്ലൊരു ജെൻറ്റിൽമാൻ ഇങ്ങനെ നിൽക്കുക, നല്ലൊരു മെഡോ, ആ മെഡോയിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ഒരപ്പച്ചനെ ഞാൻ കാണുവാണ്. ആ അപ്പച്ചൻ്റെ പടം ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എൻ്റെ ഉറ്റ സുഹൃത്തായ എറണാകുളത്തുള്ള ഐവറിൻ്റെ അപ്പച്ചനാണ് അത് എന്നങ്ങോട്ട് ഉറപ്പങ്ങ് തോന്നുക. എനിക്ക് ആവേശമായി. നേരെ വെളുത്തിട്ട് വേണ്ടി ഒന്ന് വിളിക്കാൻ ഐവറിനെ, വർഷങ്ങളായിട്ടുള്ള ഉറ്റ സുഹൃത്താണ്. ഞാൻ വിളിച്ചു, ഹലോ ഐവർ, എന്നാ വിശേഷം, സുഖമാണോ, എന്ത് ചെയ്യുക? അപ്പോഴാണ് ഒരു സർപ്രൈസ് പോലെ എന്നോട് ഒരു അച്ഛാ ഞാനൊരു പള്ളി പണിയോ. എവിടെ? മാമ്പള്ളി, 5 തെങ്ങ് തിരുവനന്തപുരം ആർച്ച് ഡയസിലൊരു പള്ളി പണിയാൻ വേണ്ടി ആ വികാരിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പള്ളി പണി പൂർത്തിയായി. ആർച്ച് ബിഷപ്പ് ജോസഫ് നെറ്റോ വന്ന് ആശീർവദിച്ചു. 2 പിതാക്കന്മാരും ഉണ്ടായിരുന്നു. അതൊരു സ്വപ്നം കണ്ടതാണ്. സത്യം, പലപ്പോഴും സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ മുമ്പിൽ തെളിയുമോ വിരിയുമോ എന്ന് ചോദിച്ചാൽ പല അനുഭവങ്ങളുണ്ട്. അപ്പോൾ പള്ളിയുടെ രൂപം, ഒരു രൂപമില്ലാത്ത നല്ല കള്ളൻ്റെ രൂപം എനിക്ക് അയച്ചു തന്നു. പിന്നെ എനിക്ക് വേണ്ടത് എന്നതാ, എങ്ങനെ പണിയണം, എങ്ങനെ അത് പണി പൂർത്തിയാക്കണം, അതിൻ്റെ ഷേപ്പ് എന്തായിരിക്കണം. പല ഷേപ്പ്, അവിടുത്തെ ഷേപ്പ് പള്ളിയുടെ അകത്തായതുകൊണ്ട് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു രൂപം, കാൽവരി തന്നെ ആയിക്കൊള്ളട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ പാറപ്പുറത്ത് ഉയർത്തപ്പെട്ട നസ്രായനായ യേശുവിൻ്റെ ക്രൂശിത രൂപം, ആ ഇട്ടിരിക്കുന്ന തിരുവസ്ത്രം, അത് ഉയർത്തെഴുന്നേറ്റ ഈശോയുടെ തെളിവ് അല്ലെങ്കിൽ ഈശോയുടെ അടയാളമായിട്ട് ഈശോ നടുക്ക്, വലതുവശത്ത് നല്ല കള്ളൻ ഡിസ്മസ്, ഇടതുവശത്ത് ശൂന്യമായ ഒരു കുരിശ്. അപ്പോൾ ഇതാണ് ഏറ്റവും നല്ല രൂപമെന്ന് മനസ്സിൽ തെളിഞ്ഞു. പണിയണ്ടേ, കാശ് വേണ്ടേ? അങ്ങനെ പണിയുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിനൊരു നൊവേനയുടെ കാര്യം ആലോചിച്ചത്. ഞാൻ എൻ്റേതായ രീതിയിൽ ഒരു നൊവേനയ്ക്ക് വേണ്ട ലുത്തിനിയെ ഉണ്ടാക്കി. കേട്ടാലൊരു പക്ഷേ നിങ്ങൾക്ക് ചിന്തിക്കാനും ഉൾക്കൊള്ളാനും പറ്റുകയില്ലായിരിക്കും. പക്ഷേ കഴിഞ്ഞ 42 വർഷമായി തടവറയിൽ കഴിയുന്നവരുമായിട്ട് അടുത്തിടപെട്ടപ്പോൾ എനിക്ക് പെട്ടെന്നത് ലുത്തിനിയ ഉണ്ടാക്കാൻ പറ്റി. ഞാൻ ഉണ്ടാക്കിയ ലുത്തിനിയ എന്ത് എന്ന് ചോദിച്ചാൽ, മാല പറിച്ച നല്ല കള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, വീട് കുത്തിപ്പൊളിച്ച നല്ല കള്ള ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇങ്ങനെ കുറച്ചൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ഇതെങ്ങനെയാണ് ഒരു വിശുദ്ധൻ്റെ അടുത്ത് നിന്ന് ചെല്ലുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു സുഹൃത്ത് വഴി ഇതിൻ്റെ ലുത്തിനിയ കൃത്യമായിട്ടും കിട്ടി. 51 മലയാളത്തിലുള്ള ലുത്തിനിയ കൃത്യമായിട്ട് എനിക്ക് എഴുതി കിട്ടി. അപ്പം ലുത്തിനിയായി. അങ്ങനെ ഇരിക്കുമ്പോൾ കാശ് വേണ്ടേ? ഇത് പണിയണേലും ഒരു 2 ലക്ഷം രൂപയെങ്കിലും ടോട്ടൽ വരുമെന്നുള്ളൊരു ബഡ്ജറ്റാണ്. ആദ്യം ഞാൻ ഇട്ടത് 8 ലക്ഷത്തിൻ്റെ ആയിരുന്നു. പിന്നീട് വളരെ സിമ്പിളായിട്ട് ഒരെണ്ണം മതി എന്ന് ചിന്തിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങളുടെ അയൽവാസിയായ ദേവസ്യ ചേട്ടൻ
വെട്ടുകാട് നിന്ന് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഞാൻ കാറേ കയറ്റിക്കൊണ്ട് പോന്നു. 93കാരനാണ്, എന്നും ചായ കുടിക്കാൻ വേണ്ടി പോകും. ഞാനവിടെ ഇറക്കി വിട്ട ദേവസ്യ ഒരു ഷ്രൈൻ പണിയുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്, സഹായിക്കൂല്ലേ? കാരണം ഇവിടുത്തെ തടവറ മക്കളൊക്കെ മറ്റുള്ളവരുടെ ഒത്തിരി സഹായം കൊണ്ടാണ് ഇവരുടെ ചോറും ഇവരുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത്. ആ ഒരു ശൈലിയിൽ ഞാൻ ആ ദേവസ്യ ചേട്ടനോട് ചോദിച്ചു, സഹായിക്കൂല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേ ഒറ്റ മറുപടി, ലോട്ടറി അടിക്കട്ടെ അച്ചോ എന്ന് പറഞ്ഞു. ഓട്ടെ, ലോട്ടറി അടിക്കട്ടെ, എല്ലാവരും പറയുന്ന വാക്കല്ല, ഞാനും മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തൊട്ടടുത്ത വളവിൽ നമ്മുടെ ദേവസ്യ ചേട്ടൻ ഇങ്ങനെ നിന്നുകൊണ്ട് എന്നോട് പറയുക, അച്ഛാ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു. ഞാൻ മൈൻഡ് ചെയ്തില്ല. എന്ത്, എവിടെ ലോട്ടറി അടിക്കാനാ? വെട്ടുകാട് ചെന്നപ്പോൾ നാട്ടുകാരെല്ലാം കൂടെ, അച്ഛാ നമ്മുടെ ദേവസ്യ ചേട്ടൻ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞു. സന്തോഷം കൊണ്ട് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സത്യമാണെന്ന് തെളിഞ്ഞു. കേരള ലോട്ടറി 1 കോടി രൂപ നമ്മുടെ ദേവസ്യ ചേട്ടൻ അടിച്ചു. ആ സന്തോഷത്തോടെ ഞാൻ തമ്പുരാനെ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു പോന്നു. കഴിഞ്ഞ ദിവസം 1 ലക്ഷം രൂപയും കൊണ്ട് ദേവസ്യ ചേട്ടൻ വന്നിരിക്കുന്നു. ഇതിൻ്റെ വെഞ്ചിരിപ്പിന് ഞങ്ങൾ പൊന്നാടയൊക്കെ ഇട്ട് ദേവസ്യ ചേട്ടനെ ആദരിച്ചു ഇവിടെ ഈ ഹോളിൽ വെച്ച്. അതിൻ്റെയൊക്കെ അർത്ഥം എന്താ? ഇത് നമ്മൾ പ്ലാൻ ചെയ്യുന്നതല്ല, ദൈവത്തിൻ്റെ കൃത്യമായിട്ടൊരു പ്ലാനും പദ്ധതിയും ഉണ്ട്. അതെവിടെ വേണമെന്ന് ചിന്തിച്ചപ്പോഴാണ് തടവറ മക്കൾ, ഇന്ന് 22 പേരാണ് ഇവിടെ ഉള്ളത്, ഈ ആശ്രമത്തിലുള്ളത്. അവർക്ക് സായം സന്ധ്യയിൽ സ്വസ്ഥമായിട്ടിരുന്ന് വെഞ്ചരിച്ചതിന് ശേഷം അവരിവിടെ ഇരുന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഒരിടം, കണ്ണുയർത്തി നോക്കാനൊരിടം, തടവറയുടെ വേദനയും നൊമ്പരവും അറിഞ്ഞ് ഇരുമ്പഴിയുടെ നിന്ന് മോചിതനായി നാടിനും വീടിനും വേണ്ടാത്തവരായി ഒക്കെ വരുന്നവർക്ക് ഇവിടം ആശ്വാസത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ ഒരു സ്പർശമായിട്ട് ഉയർത്തെഴുന്നേറ്റ ഈശോയോടൊപ്പം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ആദ്യത്തെ വീസ അടിച്ചു കിട്ടിയ ഡിസ്മസ് എന്ന നമ്മുടെ വിശുദ്ധൻ്റെ മാധ്യസ്ഥവും തടവറ മക്കൾക്ക് മാത്രമല്ല, ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞതുപോലെ ഗോ ടു ദ പെരിഫറീസ് എന്ന് പറഞ്ഞ ആ ആഹ്വാനം തകർക്കപ്പെട്ടവൻ്റെയും നഷ്ടപ്പെട്ടവൻ്റെയും ആരുമില്ലാത്തവരുടെയും ഇടയിൽ പ്രവർത്തിക്കുന്നവർക്ക് ഒരു ശക്തിയും ഊർജവുമായിട്ട് മാറാൻ തീർച്ചയായിട്ടും ഈ ഷ്രൈൻ അല്ലെങ്കിൽ നല്ലകളുടെ മാധ്യസ്ഥം സഹായകമാകും എന്ന ഉറപ്പ് ഇത് ലോകത്തിന് മുഴുവനും ഒരാശ്വാസത്തിൻ്റെ സാന്ത്വനത്തിൻ്റെ സ്പർശമായി മാറട്ടെ എന്നുകൂടെ പ്രാർത്ഥിക്കുന്നു.